ഞാൻ പറഞ്ഞില്ലേ, പല ഏജുള്ള ആളുകളാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് വിട്ട് നിന്ന് ഒരുപാട് 10 വർഷമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ പഠിക്കാനാണ്, കുഴപ്പമില്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അങ്ങനെ പല പല ഏജുള്ള ആളുകളാണ്. നമ്മൾ കടമ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇത് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ, നമ്മളിത് പാസ്സാവണം. ഇതിപ്പോ 100 അല്ല 1000 അല്ല 10,000 ആൾക്കാർ ഇതിൽ വന്ന് എഴുതിയാലും അതിൽ 99.9% നമുക്ക് റിസൾട്ട് കിട്ടണം. ഹലോ എവരി വൺ, എറൈസ് കോളേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ, ഷെയറല്ലേ? ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ വന്നിട്ടുള്ളത് എന്തിനറിയോ, നമ്മുടെ ക്രാഷ് കോഴ്സിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം. ക്രാഷ് കോഴ്സിന്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടോ, ഫസ്റ്റ് ബാച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ക്ലാസ് അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഈ മാസം 5-ാം തീയതി, അതായത് അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്തോളൂ പറഞ്ഞിട്ട് കുറച്ച് റിസർച്ചിങ്ങിലായിരുന്നു. കുറച്ച് കാര്യങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനേ ഒരു CID ആയിട്ട് അങ്ങനെ പോയതാ. എന്താ പരിപാടി അറിയോ, Nios എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഫുൾ സിലബസ് ഇല്ലേ, ഇതിന്ന് ഏതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് തരണ്ടേ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതവിടെ റെഡിയാ. പക്ഷേ അതിങ്ങനെ നോക്കുമ്പോഴാണ് ചെറിയൊരു പ്രോബ്ലം വന്നത്. എന്താ അറിയോ, ഇതിപ്പോ ഞാൻ അങ്ങനെ തരികയാണ് എന്നുണ്ടെങ്കിൽ ഏത് സമയം നിങ്ങൾക്ക് തരാം. എല്ലാവർക്കും ഒരേപോലെ അല്ല പഠിപ്പിക്കാൻ പറ്റുക, പല ഏജ് ആണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങളും അറിയണം. അപ്പോൾ ക്ലാസ് ഞാൻ പറഞ്ഞു 5-ാം തീയതി തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ സെറ്റാ, എല്ലാം റെഡിയാ. ഇതിന്റെ ചാക്കിലായിട്ടുള്ള കണ്ടന്റ് ഞാൻ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് നിങ്ങൾ എന്താണ് ഈ ഒരു ക്ലാസിന്റെ ടൈമിങ്ങിനെ കുറിച്ചിട്ട് അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ, അതിന് താഴെ കമന്റ് ചെയ്തോളൂ. എപ്പോഴാണ് ഓരോരുത്തരും അവനവന്റെ സമയം പറഞ്ഞാൽ മതി. ഇപ്പോൾ രാത്രി 9 മണി, 8 മണി, 7 മണി, 10 മണി, നിങ്ങൾ നിങ്ങളുടെ സമയമൊക്കെ ഇതിൻ്റെ അടുത്തായ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യാം. കാരണം ഒരാൾക്ക് വെച്ചിട്ട് ഒരാളുടെ ടൈം നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ, അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് പറ്റില്ല അറിയുമ്പോൾ എല്ലാവരും അഭിപ്രായം വെച്ചിട്ട് പല സമയത്ത് നടത്താനും കഴിയൂല. സോ ഒരു ടൈം ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്യും. പക്ഷെ അത് ഫിക്സ് ചെയ്യാം നിങ്ങളുടെ ഒരു പോളിങ് ഈ കമന്റിൽ നിങ്ങൾ കൊടുക്കുകയും ഏത് സമയം നിങ്ങൾക്ക് വേണ്ട ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് സെറ്റ് ചെയ്യും. സോ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീരും. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എനിക്കുള്ളത് എന്താ അറിയോ, ഞാൻ പറഞ്ഞില്ലേ, പല ഏജുള്ള ആളുകളാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് വിട്ട് നിന്ന് ഒരുപാട് 10 വർഷമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ പഠിക്കാനാണ്, കുഴപ്പമില്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അങ്ങനെ പല പല ഏജുള്ള ആളുകളാണ്. നമ്മൾ കടമ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇത് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ, നമ്മളിത് പാസ്സാവണം. ഇതിപ്പോ 100 അല്ല 1000 അല്ല 10,000 ആൾക്കാർ ഇതിൽ വന്ന് എഴുതിയാലും അതിൽ 99.9% നമുക്ക് റിസൾട്ട് കിട്ടണം. ഓക്കെ, എത്രയാണ് കിട്ടുന്നത് അതിൽ നമ്മൾ സന്തോഷം. അതിന്റെ മാക്സിമത്തിലാണ് നമ്മൾ നമ്മൾ കാണുള്ളൂ, കുറച്ച് നമുക്ക് വേണ്ട, മാക്സിമം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് എന്താ അറിയോ, ഒരു ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വെക്കാന്ന് കരുതുന്നുണ്ട്. ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട, പേടിക്കൊന്നും വേണ്ട. ഈ രജിസ്ട്രേഷൻ ഫസ്റ്റ് ബാച്ചിൽ എൻ്റർ ചെയ്ത കുട്ടികളൊക്കെ ഗൂഗിൾ മീറ്റിൽ ടൈമിൽ വരിക. ആ ടൈം നമുക്ക് രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാം. ഓക്കെ, അത് ക്ലാസ് അല്ല, ഒരു പരിചയപ്പെടല. നമ്മൾ എല്ലാവർക്കും അവനവൻ്റെ പ്രശ്നങ്ങൾ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സമയം ഇപ്പോൾ ഞാൻ സാറേ രാത്രിയാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഈ ടൈം ഓക്കെയാണ് സാറേ, എനിക്ക് ഈ ദിവസം ഈ ടൈം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണ്ടേ. ഞാൻ എങ്ങനെ എന്തെങ്കിലും വന്ന് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ, നിങ്ങൾ പറയണത് കേൾക്കണം, എന്നാലേ എൻ്റെ ചാക്കിൽ കെട്ടിയ കണ്ടന്റിന് പൂർണ്ണത വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉടൻ തന്നെ ഒരു ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ഹോസ്റ്റ് ചെയ്യണേ. ഒരു ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ഹോസ്റ്റ് ചെയ്യണേ. രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ വരിക, നമുക്ക് ചർച്ച ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ സ്റ്റഡി പ്ലാൻ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കിത് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിങ്ങളും വേണം. നിങ്ങളും ഞാനും ചേർന്നിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിന് തയ്യാറാണോ? ഓക്കെ, അപ്പൊ ഏകദേശം ക്ലാസിന്റെ കാര്യങ്ങളും ഞാനും തമ്മിൽ ഇന്ററാക്ഷൻ ഒക്കെ റെഡി ആയില്ലേ, അതൊക്കെ സെറ്റാണ്. നമുക്ക് ഇങ്ങനെ തുടങ്ങിയാൽ മതി. അപ്പൊ തുടങ്ങുന്ന എവിടെ അറിയോ, നമ്മളെ ആപ്ലിക്കേഷനിലാണ്, നമ്മളെ എറൈസിന്റെ ലേണിംഗ് ആപ്പിലാണ് നമ്മൾ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആപ്പ് കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ ക്ലാസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ, ഇത് എനിക്ക് ഉപകാരപ്പെടുമോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതായത് ഞാൻ പറയുന്നത് എന്താ, നമ്മൾ ഏത് സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഏത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏതോ ആയിക്കോട്ടെ, പക്ഷേ ക്ലാസ് 100% നമുക്ക് ഉപകാരപ്പെടണം. കാരണം എന്താ അറിയോ, ഒരുപാട് പേര് ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴ്സുമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപകാരപ്പെടണ്ടേ, വെറുതെ എന്തെങ്കിലും ആയാൽ മതിയോ? ഇല്ല. അപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒന്ന് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓക്കെയാണ്, ഇത് ഈ സാറ് പറയുന്നത് കേട്ട സംഭവം നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളിൽ ഇങ്ങനെ വരൂലേ, അത് വരുമ്പോൾ
ആപ്പ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ കോഴ്സ് എൻറോൾ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആപ്പിൽ എങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യം, ഇപ്പോൾ ആപ്പിൽ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ അത് പേയ്മെന്റ് ചെയ്യാനോ അറിയുണ്ടാവില്ല. സോ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്കൊരു ഹെൽപ്പ്, ഒരു സപ്പോർട്ടിങ് അതിന് ഉണ്ടാവും. സോ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയാം, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സെക്കൻഡ് എന്തെങ്കിലും ഒരു കാര്യം പുതിയ വരുന്ന കുട്ടികൾക്ക് ചെയ്യാം. ശരി, അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എൻട്രി വിളിച്ചപ്പോൾ ഒരു ബാച്ചിക്കുള്ള കുട്ടികൾ വീണ്ടുമായി. സോ നമ്മൾ സെക്കൻഡ് ബാച്ച് ഇവിടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ്. നമ്മുടെ സെക്കൻഡ് ബാച്ച് തുടങ്ങാൻ പോവാണ്. അതിലോട്ടുള്ള കുട്ടികൾ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഈ ഒരു കോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മക്കളെ രജിസ്റ്റർ ചെയ്തോളൂ. നമ്മുടെ സെക്കൻഡ് ബാച്ചിന്റെ സീറ്റും ഏകദേശം ഫില്ലാവാണ്. അതും ഈ 5-ാം തീയതി എല്ലാവർക്കും ക്ലാസ് തുടങ്ങുക. അവർക്ക് ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതിന്റെ ഡേറ്റ് ഞാൻ പിന്നെ ഒരു ദിവസം അറിയിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ബാച്ചിന്റെ ഡേറ്റ് ആണ്. 5-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചാക്കിൽ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് കിട്ടാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഒരു പാത്ത് വേ, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ ഈ കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.